നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെങ്ങനെ പറ്റും മോളെ? അത് നിയമവിരുദ്ധമല്ലേ? അതിനൊന്നും അവള് കല്യാണം കഴിച്ചിട്ട് പോലുമില്ല. ഭാമ ചെയ്യാൻ പോയത് നിയമവിരുദ്ധമായിരുന്നു സേതുട്ടാ. ഭാമയുടെ കുഞ്ഞിന് 7 വയസ്സാകാതെ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പാടില്ല. ഇവിടെ ഭാമയ്ക്കത് പറ്റാതെ വന്നപ്പോ ആ ഡോക്ടറെ ആന്റി പോയി കണ്ടിട്ടാ അമ്മ ഇങ്ങനൊരു നീക്കം നടത്തിയത്. എത്ര വർഷങ്ങൾ വേണമെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവാംശം നിലനിർത്താനുള്ള സജ്ജീകരണങ്ങൾ ഇന്നുണ്ടല്ലോ. മാത്രമല്ല ആ ഡോക്ടർക്ക് ഞങ്ങൾ ഞങ്ങളുടെ സമ്മതപത്രവും നൽകിയിരുന്നു. അപ്പൊ പിന്നെ ആന്റിക്കും അത് സൗകര്യമായി. പിന്നെ ആവശ്യം പോലെ കാശുണ്ടല്ലോ. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലമ്മ. ഇതറിഞ്ഞിട്ട് സൂര്യൊന്നും പറഞ്ഞില്ലേ? അത് പിന്നെ പറയാതിരിക്കും അമ്മ. മാത്രമല്ല മാനസയുടെ ജീവിതം പോയില്ലേ? പോയത് മാനസയുടെ ജീവിതമല്ല, നിന്റെ ജീവിതം. ഞാൻ അവരെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതെ, ചെയ്തോട്ടോ നീ പറയുന്നത്. നീ വേണേ കുറിച്ചിട്ടോ. ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും. അതൊക്കെ അപ്പുറത്തും ഇപ്പുറത്തോട് കേൾക്കും. നാളെ മനസ്സ് എനിക്കൊരു ബാധ്യതയാവും. നീ നോക്കിയോ? സേതുട്ട ഇല്ല, മാനസയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. അത് നിന്റെ വിശ്വാസം. സംഭവിക്കാൻ പോകുന്നത് വേറെ ആയിരിക്കും. നോക്കിക്കോ. ഇതെല്ലാവരും കാത്തിരുന്നോ? എനിക്കത് ശരിയാവും തോന്നില്ല മോളെ. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മേ. മാനസ തീരുമാനിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല മായിച്ചി. പക്ഷെ അവൾ ഉറച്ചൊരു തീരുമാനം എടുക്കില്ല. അതെന്താ? അവളുടെ അച്ഛനമ്മമാര് ചെയ്ത പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ടാ അവൾ ഇതിനെ കാണുന്നത്. ഈ വിവരം പറയാനായിട്ടാ അമ്മേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോഴേക്ക് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇത് നല്ലതിനാണോ അതോ പൊല്ലാപ്പിനാണോ? എനിക്ക് പേടിയാവുന്ന മായച്ചി. എന്തിനാണെങ്കിലും ഇതും എനിക്ക് തരണം ചെയ്തേ പറ്റൂ മായച്ചി. ഞാനും മാനസയും കൂടി മനഃപൂർവ്വമാണിത് ചെയ്തതെന്ന് എല്ലാവർക്കും ബോധ്യമായ സ്ഥിതിക്ക് സൂക്ഷിക്കണം. ചിലപ്പോ മാനസയെ കൊണ്ട് വേണ്ടെന്ന് വെപ്പിക്കാൻ സൂര്യൻ ഭാവനി ശ്രമിക്കും. എന്താമേ, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തവര് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്കിങ്ങനെ തോന്നേണ്ട കാര്യമില്ലല്ലോ മോനെ. മാനസമോൾ ഇത് പറയുമ്പോ ആദ്യം ഞാൻ എതിർത്തെങ്കിലും ഒടുവിൽ ഞാൻ സമ്മതിച്ചത് തന്നെയാ. കാരണം അവള് നിനക്ക് അന്യൊന്നും അല്ലല്ലോ. അമ്മ എത്ര നിസ്സാരമായിട്ട് അമ്മയെ സംസാരിക്കുന്നത്. മാനസയുടെ ഭാവിയെക്കുറിച്ച് ഒരു അല്പമെങ്കിലും അമ്മയ്ക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അവളുടെ ഭാവിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ അവളെ വഴിയാധാരമാക്കാനും പോകുന്നില്ല. എനിക്ക് മനസ്സിലായില്ല അമ്മ എന്താ പറഞ്ഞു വരുന്നത്. ഇത്തരത്തിൽ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ആരെങ്കിലും കല്യാണം കഴിക്കൂ? പറയമ്മേ, മാനസയെ പിന്നെ ആരെങ്കിലും കല്യാണം കഴിക്കുമെന്ന്? എടാ, ഇതൊക്കെ അവൾക്കും അറിയാവുന്നതല്ലേ.
അവളെ എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണൊന്നുമല്ലല്ലോ. അമ്മയ്ക്കെല്ലാം നിസ്സാരമാണല്ലോ. ഇവിടെ അമ്മ നോക്കിയത് ഈ കുടുംബത്തിന്റെ നിലനിൽപ്പാ. പക്ഷെ അവിടെ മാനസയുടെ ഭാവിയെക്കുറിച്ച് അമ്മ ചിന്തിക്കുന്നില്ല. എന്തായാലും നിന്നേക്കാളും ചിന്ത എനിക്ക് അവളുടെ ഭാവിയെക്കുറിച്ചുണ്ട്. നീ നോക്കിക്കോ, അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ജീവിതമായിരിക്കും ഞാൻ അവൾക്ക് കൊടുക്കുന്നത്. ഇതൊക്കെ ദൈവത്തിന്റെ തീരുമാനമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കറങ്ങി തിരിഞ്ഞ് അവസാനം മാനസ മോളിലേക്ക് തന്നെ വന്ന് നിൽക്കില്ലല്ലോ. അമ്മേ, ആരെങ്കിലും വനിതാ കമ്മീഷൻ പോലെയുള്ള ഏതെങ്കിലും സംഘടനയിൽ ഈ വിവരം അറിയിച്ചാലേ എന്താ അവസ്ഥയെന്ന് അമ്മ ചിന്തിച്ചിട്ടുണ്ടോ? എടാ, ഞാൻ എന്തിനു ചിന്തിക്കണം? അതിനുള്ള മറുപടി ആര് ചോദിച്ചാലും മാനസ മോൾ കൊടുത്തോളും. ഓഹോ, അപ്പൊ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഡാ, ഈ വിഷയം പറഞ്ഞ് നമ്മൾ തമ്മിൽ എന്തിനാ ഒരു തർക്കം? നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും മാനസ എടുത്ത തീരുമാനത്തിൽ അവൾ ഉറച്ചു തന്നെ നിൽക്കും. അമ്മേ, ഞാൻ പറയുന്ന അമ്മയൊന്ന് കേൾക്ക്. ഇപ്പോഴാവുമ്പോ വേറെ ആരും അറിയില്ല. നാളെ തന്നെ മാനസയെ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ കുരുക്കിന്ന് അവളെ ഒന്ന് മോചിപ്പിക്കുക. എടാ, നീ നടക്കുന്ന കാര്യം വലുതും പറ. അല്ലെങ്കിൽ നീയും ഭാവനയും തന്നെ അവളോട് സംസാരിക്കേ. അല്ലാതെ ഞാനായിട്ട് അവളോട് സംസാരിക്കില്ല. ഞാനും ഭാവനയും ഇന്ന് അവളോട് സംസാരിച്ചതമ്മേ. പക്ഷെ അവൾക്ക് എന്ത് പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. ആ, ആണല്ലോ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ അവള് കേൾക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എടാ, എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയില്ലേ? ഇനിയിപ്പോ നിങ്ങൾ ഇത് കണ്ടില്ലാന്ന് വെച്ചാ പോരെ? അത് പറ്റില്ലമ്മേ. ഞങ്ങൾ കാരണം മാനസയുടെ ഭാവി നശിക്കാൻ പാടില്ല. അതിന് ഞാൻ അനുവദിക്കത്തൂല്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ.